My dear students, welcome to Bosco Campus Vision. This is Asha SP. We are on the next lecture series of Income Tax Law and Practice. We are dealing with the topic assessment, which is related to the first module, assessment procedure. So in the last class we have discussed with the meaning of the assessment, and in brief we discussed with which are the different types of assessment. There is self-assessment, assessment on the basis of return, income escaping assessment, regular assessment, and precautionary or protective assessment. Today we are going to deal with the topic self-assessment, which is defined under section 140A of the Income Tax Act of 1961. So as we all know that it is the duty of every assessee to calculate his total income and tax payable and submit the same with the income tax department in the prescribed form and in the prescribed time with the prescribed documents which is made by the income tax department. ഒരു അസസിയുടെ ഉത്തരവാദിത്തമാണ് അയാളുടെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതിനുശേഷം അയാൾ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന ടാക്സ് ലയബിലിറ്റിയും ടോട്ടൽ ഇൻകവും he has to enclose that with the income tax department. അവർ പറയുന്ന ഫോമിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫോം പഠിച്ചില്ലായിരുന്നോ, ITR 1, 2, 3 എന്നൊക്കെ. അപ്പോൾ അതിൽ ഏത് ഫോമാണ് ആ പർട്ടിക്കുലർ ഫോമിൽ ഇത് എൻക്ലോസ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടത് അസസിയുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. along with the prescribed documents and remit any unpaid balance of tax, interest or penalty. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഈ പോയിന്റ് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അതെല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു പോയിന്റ് ഈ പറയാനുണ്ട്. സോ അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദി assessee to compute his total income and tax liability and submit it with the income tax department. Then the assessee shall pay the amount of tax and interest before submitting the return. അതായത് ഫോർ എക്സാമ്പിൾ assessee കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻകം ഒരു 10 lakhs ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 7,50,000 ആണെന്ന് വിചാരിച്ചോ. അയാൾ ടാക്സ് ലയബിലിറ്റി എല്ലാം കൂടെ കണ്ടുപിടിച്ചപ്പോൾ അയാൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ഒരു 50,000 എന്ന് വന്നെന്ന് അസ്യൂം ചെയ്തു. അപ്പം ടോട്ടൽ ഇൻകം 7,50,000, അയാളുടെ ടാക്സ് ലയബിലിറ്റി 50,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആസി കണ്ടുപിടിച്ചു. ആ 15,000 റുപ്പീസ് എലോങ് വിത്ത് ദി ഇൻട്രസ്റ്റ്, എന്തെങ്കിലും എമൗണ്ട് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ 50,000ന്റെ കൂടെ ആ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അസസി അടയ്ക്കണം. സോ ഇങ്ങനെ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൽഫ് അസസ്മെന്റ്. As the name says or as the word says, it is done by the assessee himself. In short, we can say that self-assessment is an assessment which is done by the assessee himself. അപ്പോൾ അയാൾ സ്വന്തമായിട്ട് അയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നു, അയാളുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ എമൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കുന്നു. അതിനുശേഷമാണ് അസസി ആ അടയ്ക്കുമ്പോൾ അയാൾക്കൊരു റെസീപ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഫോം കിട്ടും. ആ റെസീപ്റ്റും കൂടെ ചേർത്ത് ഈ റിട്ടേണിന് കൂടെ ചേർത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അയാൾ അടച്ച എമൗണ്ട് where the amount paid by the assessee is less than the tax and interest which is computed by the income tax department. ഇനി ഇതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഓഫീസേഴ്സ് വഴി ഇയാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ആ കണ്ടുപിടിച്ച എമൗണ്ടിനെക്കാട്ടിലും കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ അടച്ചതെങ്കിൽ ആ എമൗണ്ട് ആദ്യം ഇൻട്രസ്റ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും, അതിനുശേഷം ആ എമൗണ്ട് ഓഫ് ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 500 അടച്ചു. ഓക്കെ, 1000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 500 അടച്ചു. നമ്മളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 450ഉം ടാക്സ് ലയബിലിറ്റി 550ഉം ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ 1000 രൂപയാണ് അടയ്ക്കാനുള്ളത്, അതിൽ നമ്മൾ 500 അടച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 1000 രൂപയിൽ 450 ഇൻട്രസ്റ്റും 550 ടാക്സ് ലയബിലിറ്റി ആണെന്ന് വിചാരിച്ചോ. നമ്മൾ അടച്ച 500 ആദ്യം ആ 450നകത്ത്
അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളതാണ് ആ ടാക്സ് ലയബിലിറ്റിക്ക് അതൊന്ന് എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് ആസസി എന്ത് ചെയ്യണം? ബാലൻസ് 500 rupees ആസസി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കണം. Are you clear? ഇനി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അയാൾ മുമ്പ് കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മുമ്പ് എന്തെങ്കിലും അടയ്ക്കാനുള്ളതിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആസസിക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ and remit any unpaid balance of tax, interest or penalty. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അൺപെയ്ഡ്, ഇവിടെ ലെസ് ദാൻ ദി ടാക്സ് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ചിലപ്പോൾ ആസസി അടച്ച എമൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ എമൗണ്ട് കൂടെ, ഇനി അൺപെയ്ഡ് ബാലൻസ് ആദ്യം എന്തെങ്കിലും ബാലൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കാനുണ്ടെങ്കിൽ ആസസി അത് അടയ്ക്കണം. അതിനുശേഷമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ടാക്സ് ലയബിലിറ്റി അടയ്ക്കുന്നത്. ഇനി ആ എമൗണ്ട് കുറവാണെങ്കിലാണ് ഞാൻ പറഞ്ഞതുപോലെ ആ എമൗണ്ട്, നമ്മൾ അടച്ച എമൗണ്ട് ആദ്യം എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഇൻട്രസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ബാലൻസ് എമൗണ്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ബൈ ദി അസസി ഹിംസെൽഫ് ഇസ് നോൺ ആസ് സെൽഫ് അസസ്മെന്റ്. Are you clear? So self-assessment is defined under section 140A of the Income Tax Act of 1961. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോ കേൾക്കാം. വീണ്ടും കേട്ട് കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യം ഒരിടത്ത് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. So that's all about today's session. This is Asha SP signing off from Bosco Campus Vision.